നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച CPMന്റെ മുതിർന്ന നേതാവ് മുൻ മന്ത്രിയുമായ ജി സുധാകരനെ കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് ജന്മഭൂമിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്ത. അപ്പോൾ ജി സുധാകരൻ പറയുന്ന വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: കേരളം നമ്പർ 1, സ്വയം പുകഴ്ത്തൽ മാത്രം, സർക്കാരിനെതിരെ ജി സുധാകരൻ. അപ്പം എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 ആണെന്ന് നിയമസഭയിലും അതിനു പുറത്തുമൊക്കെ സർക്കാർ പ്രതിനിധികൾ, മുഖ്യമന്ത്രി, മന്ത്രിമാരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് കളവാണെന്നും ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്നും ജി സുധാകരൻ തുറന്നു പറയുന്നു എന്ന വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. ഈ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതായത് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ജി സുധാകരൻ. ആരോഗ്യവും വ്യവസായവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ വിവിധ വകുപ്പുകൾക്കെതിരെയാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഒന്നാമതാണ് നമ്മൾ എന്ന് പറയുന്നു. ആദ്യം ഈ സ്വയം പുകഴ്ത്തൽ നിർത്തണം. എല്ലാത്തിലും ഒന്നാമതായ നമ്മൾ ഇപ്പോൾ ലഹരിയിലും ഒന്നാമതാണ്. ഏത് തരം ലഹരിയും ഇവിടെ കിട്ടും. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് മാത്രം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് സാധാരണക്കാരന് കാര്യമൊന്നുമില്ല. വീണ ജോർജ് 5 വർഷക്കാലത്തേക്കാണ് ഇവിടെ ആരോഗ്യമന്ത്രിയായി എത്തിയത്. അതിനു മുമ്പും ഇവിടെ ആരോഗ്യ വകുപ്പുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ മുന്നിലാണ് എന്ന് മേനി നടിക്കുകയാണ്, അല്ലെങ്കിൽ ഈ സർക്കാർ വെറുതെ കള്ളം പറയുകയാണെന്ന് ജി സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന CPM നേതാവ് പറയുന്നു. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതായത് MA ബേബി എന്ന് പറയുന്ന CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറി വരുന്നു. ഈ MA ബേബി എത്രയോ കാലമായിട്ട് ജനറൽ സെക്രട്ടറി ആകുമെന്ന് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ സെൻട്രൽ കമ്മിറ്റിയിലെത്തിയ MA ബേബിക്ക് പിന്നെ PBയിലെത്താൻ ഏതാണ്ട് 2 പതിറ്റാണ്ടോളം കാത്തിരിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ നിലവിൽ MA ബേബി ഒരു വിഭാഗത്തിൻ്റെയും ആളായിട്ട് നിന്നിരുന്നില്ല. അതായത് നമുക്കറിയാം, VS അച്യുതാനന്ദൻ വിഭാഗം, പിണറായി വിഭാഗം എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി ശക്തമായി ചേരിതിരിഞ്ഞ് പോരാടിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് MA ബേബി ഒരു കൂട്ടരുടെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനൊപ്പം നിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് MA ബേബിയുടെ വളർച്ചയ്ക്ക് പിന്നെ അത് വിഘാതമായതും. ഇപ്പോഴും പിണറായി വിജയന് താല്പര്യമില്ലാത്ത നേതാവാണ് MA ബേബി എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം MA ബേബി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ NK പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചിരുന്നു. അന്ന് നിലവിൽ കുണ്ടറയിലെ MLA ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് കുണ്ടറയിൽ നിന്ന് ജയിച്ച് അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സമയത്താണ് അന്ന് ഈ പിണറായി വിജയൻ അവിടെ നടന്ന ഒരു രാഷ്ട്രീയ യോഗത്തിൽ വളരെ മോശം പദപ്രയോഗങ്ങൾ NK പ്രേമേന്ദ്രനെതിരെ പ്രയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് MA ബേബി അവിടെ പരാജയപ്പെട്ടതെന്ന് കരുതി. അന്ന് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ടതോടെ MA ബേബി പറഞ്ഞിരുന്നു തൻ്റെ നിയമസഭാ അംഗത്വം പോലും താൻ രാജിവെക്കാൻ തയ്യാറാണ്. എന്നാൽ പാർട്ടി ഇടപെട്ട് അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഈ MA ബേബി പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ ഒരു പക്ഷേ പിണറായി വിജയൻ്റെ പിടി ആയും അല്ലെങ്കിൽ പിടിക്ക് നിൽക്കുന്ന ആളല്ല MA ബേബി എന്നൊരു പ്രതീതി പഴയകാല നേതാക്കൾക്കുണ്ട്. അപ്പോൾ ജി സുധാകരൻ പ്രായപരിധിയുടെ പുറത്ത് പല കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജി സുധാകരനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം നടത്തിയതെന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് റെഡ് ക്രോസ് സൊസൈറ്റിയും ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷനും നടത്തിയ ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്യവെയാണ് ആലപ്പുഴയിൽ വെച്ച് ജി സുധാകരൻ ഇത് പറഞ്ഞത്. അതായത് ശാരീരികാരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യവും പ്രാധാന്യമുള്ളതാണ്. സംഘർഷമില്ലാത്ത വ്യക്തികളില്ല. അപ്പം വ്യക്തികളെല്ലാം തന്നെ ഓരോരോ കാര്യത്തിൽ സംഘർഷഭരിതമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. വീണ ജോർജ് പറയുകയാണ് ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 ആണ്, ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്, ഇതൊക്കെ പറയുന്നു. അപ്പം ജി സുധാകരൻ പറഞ്ഞു അദ്ദേഹം എത്രയോ കാലമായി CPMൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരു നേതാവാണ്, മന്ത്രിയായിട്ട് പ്രവർത്തിച്ചു, അഴിമതി രഹിതനാണ്. അപ്പോൾ വീണ ജോർജ് എന്ന് പറയുന്നത് 5 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആരോഗ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വീണ ജോർജിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ രീതിയിലുമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് നല്ലതല്ല. എന്തിന്? എല്ലാ മേഖലയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കഞ്ചാവ് സുലഭമായി കിട്ടുന്ന കാര്യത്തിലും ഒന്നാമതാണെന്ന് മുതിർന്ന ഒരു CPM നേതാവ് പറയുന്നു എന്നതിൻ്റെ അർത്ഥം നിലവിലെ ഇടതുപക്ഷ സർക്കാരിനെ നേരിട്ട് ആക്രമിക്കുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? ഇപ്പം മുമ്പൊരു പ്രശ്നം ഉണ്ടായത് നമുക്കറിയാം. കായംകുളം MLA യു പ്രതിഭയുടെ മകനെ കഞ്ചാവുമായി, അപ്പോൾ മകൻ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് കഞ്ചാവുമായി പിടികൂടിയത് സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ജി സുധാകരൻ പറയുന്നുണ്ട്. അതായത് MLAയുടെ മകൻ്റെ പ്രശ്നത്തിൽ താൻ മന്ത്രിയായ സജി ചെറിയാനെതിരെ ഒന്നും പറഞ്ഞില്ല, എന്നിട്ടും അത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. MLAയുടെ മകനെ ആശ്വസിപ്പിക്കാൻ താൻ പോയിരുന്നു.
കാരണം ഈ MLA മകൻ അയാളെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ലഹരിയൊന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി അയാളെ ആശ്വസിപ്പിച്ചത്. എവിടെയോ ഇരുന്നപ്പോൾ പിടിച്ചുകൊണ്ടുപോയതാണ്, അയാൾ അതൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ജി സുധാകരൻ പ്രതിഭ എന്ന് പറയുന്ന MLAക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. കഴിഞ്ഞ 2 ടേമായിട്ട് കായംകുളം എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ MLA ആണ് പ്രതിഭ. അതിനു മുമ്പ് ജി സുധാകരൻ കായംകുളത്ത് മത്സരിച്ചിരുന്നു. അപ്പോൾ പ്രതിഭയും ജി സുധാകരൻ തമ്മിൽ നല്ല ടേംസിലായിരുന്നില്ല. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ തന്നെ ജി സുധാകരനെ വളരെ മോശമായി പരാമർശിച്ചുകൊണ്ട് പ്രതിഭ പോസ്റ്റ് ഇട്ടിരുന്നു. ജി സുധാകരൻ അതിന് മറുപടി നൽകി, പ്രതിഭ വീണ്ടും അതിന് മറുപടി നൽകി. അതൊരു വലിയ തർക്കത്തിലേക്കൊക്കെ പോയി. അപ്പോൾ പ്രതിഭ എന്ന് പറയുന്ന MLA കായംകുളം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിലേക്ക് എത്തിയതെങ്കിലും അവിടുത്തെ DYFI ഘടകവുമായിട്ട് MLAക്ക് വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മാത്രവുമല്ല, പ്രതിഭയുടെ പല പ്രവർത്തനങ്ങൾക്കും DYFI തന്നെ വിഘാതം നിൽക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കായംകുളത്ത് പ്രതിഭ മത്സരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം 2 ടേം കഴിഞ്ഞു. മറ്റൊന്ന് അവർക്കെതിരെ വലിയൊരു എതിർപ്പ് ഈ പാർട്ടിക്കുള്ളിലുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യമെടുത്താൽ BJP വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഒന്നാമതെത്തി, രണ്ടാമത് കോൺഗ്രസ് എത്തി, മൂന്നാമതാണ് CPM എത്തിയത്. അങ്ങനെ അവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അവിടെ ഏരിയ സെക്രട്ടറിയെ മാറ്റാനായിട്ട് പോയപ്പോൾ അത് സംബന്ധിച്ച് തർക്കമുണ്ടായി. അതൊരു വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുമെന്നായപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പുതിയ സെക്രട്ടറിയെ നിയമിക്കുകയൊക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ജി സുധാകരൻ ഒരു തവണ കായംകുളത്ത് നിന്ന് മത്സരിച്ചിരുന്നു. അപ്പോൾ CPMന് ഏറെ വേരോട്ടമുണ്ടായിരുന്ന കായംകുളത്ത് മത്സരിച്ചിട്ടും സുധാകരൻ പരാജയപ്പെട്ടു പോയതിന് കാരണം അവിടുത്തെ നേതാക്കൾ പാലം വലിച്ചതാണ്. ലോക്കൽ കമ്മിറ്റിയിലെ, ഏരിയ കമ്മിറ്റിയിലെ പല നേതാക്കളും തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് ജി സുധാകരൻ കായംകുളത്ത് തന്നെ നടന്ന ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. തന്നെ ഇവിടെ തോൽപ്പിച്ചതാണ് നേതാക്കൾ. അപ്പോൾ പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള വലിയ വടംവലികൾ നടക്കുന്നുണ്ട്. എന്നിട്ടും ഈ പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിനെ ന്യായീകരിക്കുകയും ആ MLAയുടെ മകൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല, എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജി സുധാകരൻ രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ ഇക്വേഷനുകൾ കൃത്യമായി മാറി മറിയുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഈ സ്കൂട്ടറിൽ ചോദ്യപേപ്പറുകൾ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതായത് ഉത്തരക്കടലാസുകൾ കാണാതെ പോകുന്നു, സ്കൂട്ടറിലാണ് ചോദ്യപേപ്പർ കൊണ്ടുപോകുന്നത്, അയാൾക്കെതിരെ നടപടിയില്ല, അറസ്റ്റ് ചെയ്യേണ്ട, MB ഉത്തരക്കടലാസ് സ്കൂട്ടറിൽ കൊണ്ടുപോയില്ലേ, ഒരു മാധ്യമവും ഇതിനെതിരെ മുഖപ്രസംഗം എഴുതിയില്ല, ഒരു വൈസ് ചാൻസലറും ഒരു വിദ്യാർത്ഥി സംഘടനയും മിണ്ടിയില്ല. സുധാകരൻ്റെ വളരെ രൂക്ഷമായ വിമർശനമാണ്. അതായത് MBA പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ കുറേ പേരുടെ ആൻസർ ഷീറ്റ് കാണാതെ പോയി, അവരുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഇനി ഒരു പ്രത്യേക എക്സാം എഴുതണമെന്ന്. അപ്പോൾ ഈ ഉത്തരക്കടലാസുകൾ കൊണ്ട് കളഞ്ഞ അധ്യാപകനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല, വൈസ് ചാൻസലർ ഒന്നും മിണ്ടുന്നില്ല. സാധാരണഗതിയിൽ മറ്റു വാർത്തകളെ പൊലിപ്പിക്കുന്ന മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ യുവതലമുറയുടെ, അല്ലെങ്കിൽ നാളത്തെ ഭാവി എന്ന് നമ്മൾ കരുതുന്ന വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടിട്ടും യാതൊന്നും പറയുന്നില്ല, ഒരു മുഖപ്രസംഗം പോലും എഴുതുന്നില്ല. മാത്രമല്ല, വ്യാവസായിക മേഖലയും വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ വ്യവസായത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. വ്യവസായ വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ പറഞ്ഞത്, TV തോമസിന് ശേഷം ആലപ്പുഴയിൽ ഏതെങ്കിലും പുതിയ വ്യവസായങ്ങൾ വന്നിട്ടുണ്ടോ? ആശുപത്രികൾ മാത്രം വരുന്നു. MLAയുടെ മകൻ്റെ പ്രശ്നത്തിലടക്കം മന്ത്രി സജി ചെറിയാനെതിരെ താനുമായിട്ട് തർക്കമുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് ചിലർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് എന്നാണ് ജി സുധാകരൻ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കേരളം നമ്പർ 1 ആണെന്ന് സ്വയം പുകഴ്ത്തൽ മാത്രം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, ഇത്തവണ PK ശ്രീമതിക്ക്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ തന്നെ പ്രായത്തിൻ്റെ ചില ഇളവുകൾ നൽകി. ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ പ്രവർത്തിക്കാൻ യോഗ്യനാണ്, അദ്ദേഹം കേപ്പബിൾ ആണ്. ഇതൊക്കെ ഉണ്ടായിട്ടും പ്രായത്തിൻ്റെ ഒരു നിബന്ധന പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിയിരുന്നു. അതിൽ അദ്ദേഹം വളരെ അസംതൃപ്തനായിരുന്നു. മാത്രമല്ല, ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ടൊക്കെ പങ്കെടുക്കാമായിരുന്നുവെങ്കിലും ജി സുധാകരൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ജി സുധാകരനുള്ള ആ വിഷമങ്ങളൊക്കെ ഇനി കൃത്യമായിട്ട് പുറത്തു പറയാം. കാരണം MA ബേബി പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് അധികാരം ഏൽക്കുന്നതിന്, അതായത് ഈ മധുരയിലാണ് സമ്മേളനം നടന്നത്, അദ്ദേഹത്തെ നിയമിച്ചത്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ പോകുന്നതിന് പകരം നേരെ തിരുവനന്തപുരത്ത് വന്നു. വിജയകുമാർ അടക്കമുള്ള CPM നേതാക്കളുമായി VSനെ കാണാനായിട്ട് എത്തി. അപ്പോൾ പഴയ ഗുരുനാഥൻ VS ആണ് എന്നുള്ള പരോക്ഷമായ ഒരു സന്ദേശവും ഈ MA ബേബി നൽകുന്നുണ്ട്. അതായത് കേരളത്തിലെ പിണറായി വിജയനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന ഒരാളല്ല താൻ.
താനാണ് ഇനി CPM-ൻ്റെ ശബ്ദം, CPM-ൻ്റെ മുഖം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് MA ബേബി ഒരു സൂചന നൽകുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് G സുധാകരൻ്റെ പ്രസ്താവനകളെ നമ്മൾ കാരണം മുതിർന്ന CPM-ൻ്റെ നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു, എത്രയോ കാലം MLA ആയിരുന്നു, ആലപ്പുഴയിലെ CPM-നെ നയിച്ച നേതാവായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ആലപ്പുഴയിൽ TV തോമസിന് ശേഷം, അതായത് TV തോമസിൻ്റെ കാലത്ത് കുറച്ച് പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവന്നു, അതിനുശേഷം ഒരു വ്യവസായം പോലും കൊണ്ടുവന്നില്ല. വളരെ കൃത്യമായ ഒരു വിമർശനമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് സ്വയം പുകഴ്ത്തൽ മാത്രം നടത്തുന്ന ഒരു സർക്കാരായി അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ G സുധാകരൻ ഇനി സടകുടഞ്ഞെഴുന്നേൽക്കുകയും ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളും ഉണ്ടാകുമെന്നാണ് CPM-നോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതായത് പിണറായി വിജയൻ്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം നേതാക്കളുണ്ടെന്നും ആ നേതാക്കൾക്ക് പിന്തുണയുമായി MA ബേബി അതായത് പ്രധാന പദവിയിലിരുന്ന് രംഗത്തേക്ക് വരുന്നു. G സുധാകരനെ പോലെയുള്ള അസംതൃപ്തരായ, അതായത് P ജയരാജനെ പോലെയുള്ള കണ്ണൂരിലുള്ള അസംതൃപ്തരായ നേതാക്കൾ, AK ബാലനെ പോലെയുള്ള നേതാക്കൾ, ഇങ്ങനെ പല ഭാഗത്തു നിന്നും നേതാക്കളെല്ലാം ഒന്നിച്ചുകൂടി ഒരു വലിയ രൂപാന്തരം പാർട്ടിക്കുള്ളിൽ വരുത്തുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും G സുധാകരൻ്റെ ഈ വിമർശനത്തെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും ചർച്ചയാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.